അങ്ങനെ സംസ്ഥാനം പോളിംഗ് ബൂത്തിലാണ്. മിക്ക എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പ്രമുഖരെല്ലാം രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. നടൻ മോഹൻലാൽ അടക്കമുള്ള പ്രമുഖർ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ലാലേട്ടൻ ആദ്യമായാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നാണ് ഒരു വിവരം പുറത്തു വരുന്നത്. അദ്ദേഹവും ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമൊക്കെ കണ്ടറിഞ്ഞായിരിക്കണം വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 5% സംസ്ഥാനത്തെ പോളിംഗ് 5% മുകളിലേക്ക് സംസ്ഥാനത്ത് പോളിംഗ് നില എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മോഹൻലാൽ മുടവൻമുകൾ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇനി വോട്ട് രേഖപ്പെടുത്താതിരിക്കുന്ന വോട്ടർമാർക്ക് ആവേശകരമാണ് ഈ കാഴ്ച. തന്റെ തിരക്കിട്ട സമയത്തിനിടയിലും തൻ്റെ സമ്മതിദാന അവകാശം, ജനാധിപത്യ അവകാശം വിനിയോഗിക്കാനായി ലാലേട്ടൻ എത്തിച്ചേർന്നു എന്നുള്ളത് മറ്റ് വോട്ടർമാർക്കും. അദ്ദേഹം അതിനുശേഷം താൻ മഷി പുരട്ടിയ വിരൽ ഉയർത്തിക്കാട്ടി അദ്ദേഹം പറഞ്ഞ ഇതാണ് തൻ്റെ സന്ദേശം വോട്ടർമാർക്കുള്ളത്, മറ്റൊന്നും മാധ്യമങ്ങളോട് സംസാരിക്കാതെ ഇതാണ് തൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ നിരവധി പ്രമുഖർ, നിരവധി സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിക്കഴിഞ്ഞു. നടൻ പൃഥ്വിരാജിനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്തു. വി ഡി സതീശൻ രാവിലെ തന്നെ വോട്ട് ചെയ്തു. 100 സീറ്റ് എന്ന ആത്മവിശ്വാസം വി ഡി സതീശൻ പങ്കുവച്ചു. അതേസമയം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം UDF അനുകൂലമായി നിലപാടെടുത്ത ഒരാൾ കൂടിയാണ്, ശബരിമല യുവതീ പ്രവേശവുമായൊക്കെ ബന്ധപ്പെട്ട. പക്ഷേ ഇത്തവണ അദ്ദേഹം പറഞ്ഞത് ഭരണം മാറണമെന്നോ മാറേണ്ടെന്നോ താൻ പറയുന്നില്ല എന്ന ഒരു സമദൂര നിലപാടിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ വന്നു എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ മിക്ക പ്രമുഖരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. ഇനിയും ആളുകൾ എത്താനുണ്ട്. ബൂത്തുകളിലേക്ക് AK ആന്റണി അടക്കമുള്ളവർ എത്താനുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വോട്ട് രേഖപ്പെടുത്തിയ സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ കേരളം ഒട്ടാകെ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പറ്റും. സജിത്ത്, ഇതിനകം തന്നെ 5% മുകളിൽ നമുക്കൊരു അനൗദ്യോഗിക കണക്കൊക്കെ വെച്ച് വരുമ്പോൾ 6-7% ആയി കാണാം. കാരണം രാവിലെ മുതൽ തന്നെ അത്രയധികം നിരകളുണ്ട് പോളിംഗ് ബൂത്തുകളിൽ. എങ്ങനെയുണ്ട് ഈ പൊതുവെയുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കിയാൽ ഇത് അത്യാവശ്യം ഭേദപ്പെട്ട പോളിംഗ് ആണോ? ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് രഞ്ജിത്ത്. 1.5 മണിക്കൂർ പിന്നിടുന്നു. 5% മുകളിലേക്ക് നമ്മുടെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. പതിവുള്ളതാണ് രാവിലെ ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ്. അത് കേരളത്തിൻ്റെ ഒരു പൊതുവായ രീതിയാണ്, അത് തന്നെ തുടരും. കനത്ത ചൂടിലാണ് ഇത്തവണത്തെ പോളിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ചൂട് കൂടുന്നതനുസരിച്ച് പോളിംഗ് ശതമാനം കുറയാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് പോളിംഗ് ശതമാനം കുറയും. അതിനുശേഷം വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വീണ്ടും പോളിംഗ് ശതമാനം ഉയരാൻ സാധ്യത. എന്തായാലും ഇത്തവണ മികച്ച പോളിംഗ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്ര ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിൻ്റെ ചൂരും പോളിംഗിലും പ്രകടമാകും. അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ ഇത്തവണ ശ്രമമുണ്ട്. പല മണ്ഡലങ്ങളിലും ത്രികോണപ്പോര് നടക്കുന്നു ഇത്തവണ. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും അങ്ങനെ കളം നിറഞ്ഞ് തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പോളിംഗുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ തങ്ങളുടെ നിലപാടറിയുന്നു. അവർ രാവിലെ തന്നെ വോട്ടവകാശം വിനയിച്ചിട്ടുണ്ട്. വിജയ പ്രതീക്ഷയാണ് എല്ലാ മുന്നണി നേതൃത്വങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. BJPയും ഒപ്പം CPM-ഉം കോൺഗ്രസും അടക്കമുള്ള നേതൃത്വവും അതുതന്നെയാണ്. UDF തരംഗമെന്ന് കോൺഗ്രസ് നേതാക്കൾ, ഒപ്പം വീണ്ടും ഭരണം തുടരുമെന്ന് ഇടതുമുന്നണി. ഇതാണ് നിലവിൽ പുറത്തു വരുന്ന സാഹചര്യം. BJP കൂടുതൽ സീറ്റുകൾ വിജയിക്കുമെന്ന് BJPയുടെ അവകാശവാദവുമുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ സാധാരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാവിലെ പ്രസ്താവനയിലൂടെ രാഷ്ട്രീയം പറയാറുള്ള പ്രധാനപ്പെട്ട വ്യക്തികളൊന്നും ഇത്തവണ അത്തരം പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല എന്നതാണ്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുകുമാരൻ നായർ, അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല. സഭാ നേതൃത്വത്തിലുള്ളവരൊക്കെ വന്നു, പക്ഷേ അവരാരും ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെ ആരും കൃത്യമായി ഏതെങ്കിലും പക്ഷത്തോടൊപ്പം നിൽക്കുന്ന നിലപാടുകൾ പറയുന്നില്ല. അതേസമയം നമ്മുടെ പ്രമുഖരായ താരങ്ങളൊക്കെ വന്ന് വോട്ട് ചെയ്യുന്നു. മമ്മൂട്ടി, മോഹൻലാലാവട്ടെ, അല്ലെങ്കിൽ പൃഥ്വിരാജ് കുടുംബസമേതം, അങ്ങനെ പലരും വോട്ട് ചെയ്ത് മടങ്ങുന്നു. മനോഹരമായ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് എല്ലാവരും വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നു എന്നതാണ് രാവിലെ മുതലുണ്ടാകുന്ന കാഴ്ച. പോളിംഗ് ശതമാനം ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 5% മുകളിലേക്ക് ആദ്യ 1.5 മണിക്കൂറിലെ പോളിംഗ് ഉയർന്നിട്ടുണ്ട്. തീർച്ചയായും അതാണ് കണക്ക്. 5% മുകളിലേക്കാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ട്രെൻഡ്, അത്യാവശ്യം നല്ല പോളിംഗ് രേഖപ്പെടുത്തും എന്നുള്ളൊരു ട്രെൻഡ് കൂടി വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. MS അനീഷ് കുമാർ കോഴിക്കോടുണ്ട്. അനീഷ്, രാവിലെ നമ്മൾ നീണ്ട ക്യൂ കണ്ടിരുന്നു പോളിംഗ് ബൂത്തുകളിൽ. സ്ത്രീകളടക്കം നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എല്ലാ മേഖലകളിലും വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ മേഖലകളിലടക്കം. ഇപ്പോൾ എന്താണ് രഞ്ജി പണിക്കർ ജനാധിപത്യം കുറ്റമറ്റതാണെന്നോ